ഹലോ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. എ ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് റോൾസ് ഡൗൺ എ ഹിൽ വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 400 meter in 20 seconds. Find its acceleration. Find the force acting on it if its mass is 7 tons. ഒരു ട്രക്കുണ്ട്. ട്രക്ക് റെസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു താഴേക്ക്. ആക്സിലറേഷൻ എത്രയാണ് തന്നിട്ടില്ല, നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. 400 meter 20 seconds ട്രാവൽ ചെയ്യുന്നു കൂടി തന്നിട്ടുണ്ട്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കാം. ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 400 meter, 20 seconds ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സിലറേഷനും കണ്ടുപിടിക്കാം, ആക്സിലറേഷന് ശേഷം ഫോഴ്സും കണ്ടുപിടിക്കാം. F = m/a എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു പ്രോബ്ലം തരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്നുള്ളത് എടുത്തെഴുതാം. എന്തൊക്കെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? 400 meter ഡിസ്റ്റൻസ് ആണത് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ S = 400 meter. എത്ര സമയത്തിനുള്ളിലാണ് ട്രാവൽ ചെയ്യുന്നത്? T ടൈം 20 seconds എന്നാണ് തന്നിട്ടുള്ളത്. T = 20 seconds. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് U = 0 meter per second. അതുപോലെ മാസ് ഓഫ് ദ ട്രക്കും തന്നിട്ടുണ്ട്, 7 tons എന്നാണ് തന്നിട്ടുള്ളത്. 7 ton 1 ton = 1000 kilogram. അപ്പോൾ 7 ton മീൻസ് 7 × 1000 7000 kilogram. ഇത്രയും ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ, ഫോഴ്സ്. ഓക്കെ, ഇത്രയും എഴുതിയാൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്സിലറേഷൻ അറിഞ്ഞേ മതിയാവുള്ളൂ. അപ്പോൾ ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പം V = U + AT എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം V തന്നിട്ടില്ലല്ലോ. V² = U² + 2as ഉപയോഗിക്കാൻ കഴിയില്ല, V അറിയില്ല. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. S = ut + ½ at². ഇതിലെല്ലാ കാര്യങ്ങളും തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. S 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 400 = U0 ടൈം 20 + ½ a തന്നിട്ടില്ല 20² ഈ ടേം 0 ആയി പോകുന്നു. ½ × 20² മീൻസ് 400 × a. അപ്പോൾ ഇത് 200 എന്ന് വരും. ഓക്കെ, അതായത് 200a = 400 എന്ന് കിട്ടും. അപ്പോൾ a = 400/200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 meter per second square. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫോഴ്സ് കണ്ടുപിടിക്കാം. F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 7000 kilogram ആണ്. 7000 × ആക്സിലറേഷൻ 2 ആണ്. വേണമെങ്കിൽ യൂണിറ്റ് നമുക്ക് ഒന്നിച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അതായത് ഇങ്ങനെ എഴുതുന്നതിന് പകരം 7000 kilogram × 2 meter per second square. അപ്പോൾ എന്ത് കിട്ടും? 7 × 2 14,000 kilogram/meter per second square. kg/meter/second square തന്നെയാണ് എന്ത്? ന്യൂട്ടൺ. സോ 14,000 Newton ഈസ് ദ ആൻസർ. 6th ക്വസ്റ്റ്യൻ നോക്കാം. A stone of 1 kilogram is thrown with a velocity of 20 meter per second across the frozen surface of a lake and comes to rest after traveling a distance of 50 meter. What is the force of friction between the stone and ice? ഇവിടെ ഒരു സ്റ്റോണ് നമ്മൾ ത്രോ ചെയ്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 1 kilogram. ത്രോൺ വിത്ത് എ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറിയുന്ന, അതായത് ത്രോ ചെയ്യുന്ന വെലോസിറ്റിയാണ്. അത് എത്രയാണ്? 20 meter per second ആണ്. അതായത് അത് ഇനീഷ്യൽ വെലോസിറ്റിയാണ് അല്ലേ. വിത്ത് എ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ത്രോൺ വിത്ത് എ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. ഇനി ഇത് ഇങ്ങനെ ഫ്രോസൺ സർഫസിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പം അത് ട്രാവൽ ചെയ്ത്, അതായത് 50 meter ട്രാവൽ ചെയ്തതിന് ശേഷം റെസ്റ്റിലാവുന്നു. അപ്പോൾ V എത്രയാണ്? 0 ആണ്. അപ്പോൾ അവിടെ Vയും തന്നിട്ടുണ്ട്, Uവും തന്നിട്ടുണ്ട്. അതേപോലെ മാസ് തന്നിട്ടുണ്ട്, 50 meter ആണ് ട്രാവൽ ചെയ്യുന്നതെന്നും കൂടി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. എത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എറിഞ്ഞ വെലോസിറ്റിയിൽ അത് കണ്ടിന്യൂ ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഗിവൺ എന്ന് എഴുതാം.
മാസ് ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം. 1 കിലോഗ്രാം ആണ് മാസ് എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. റെസ്റ്റിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് റെസ്റ്റിലാവുന്നത്? 50 മീറ്റർ ഡിസ്റ്റൻസ് അല്ലേ? കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ വേണം. ആക്സിലറേഷൻ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 3 ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കുക. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ആ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, എസ്സും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 നമ്മൾ ഉപയോഗിക്കില്ല, കാരണം ടൈം തന്നിട്ടില്ലല്ലോ. തേർഡ് ഇക്വേഷനിൽ നമ്മുടെ കയ്യിൽ ടൈമില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എഴുതുക. റിക്വയർഡ് ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. 0 സ്ക്വയർ വി 0 ആണല്ലോ. യു എത്രയാണ്? 20 ആണ്. 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് 50 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 400 പ്ലസ് 5 2s are 10. അപ്പോൾ 100 എന്ന് കിട്ടും. അതായത് 100 A ഈസ് ഈക്വൽ ടു -400 എന്ന് കിട്ടും. 100 A ഈസ് ഈക്വൽ ടു -400. കാരണം നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ആവുമല്ലോ. A ഈസ് ഈക്വൽ ടു -400 by 100, ദാറ്റ് ഈസ് ഈക്വൽ ടു -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. കാരണം എന്താണ്? ഈ ആക്സിലറേഷൻ, അതായത് വെലോസിറ്റി കുറഞ്ഞു വന്ന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് ആവുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നെഗറ്റീവ് ആക്സിലറേഷൻ വന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കെങ്ങനെ പറയാം? ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോഴ്സും നെഗറ്റീവായിട്ട് തന്നെ കിട്ടും. മാസ് ഇൻറ്റു ആക്സിലറേഷൻ നെഗറ്റീവ് ആയല്ലോ. അപ്പോൾ നമുക്ക് ഫോഴ്സും നെഗറ്റീവായിട്ട് കിട്ടും. കാരണം ഈ ഫോഴ്സ് ഓപ്പോസിങ് നേച്ചറാണ്, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അതുകൊണ്ടാണ് കേട്ടോ. സോ ഇപ്പോൾ നമുക്കിനി ഫോഴ്സ് കണ്ടുപിടിക്കാം. എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എത്രയാണ്? 1 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ -4 ന്യൂട്ടൺ ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.